റീസെൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ഒരു ബിസിനസ്മാൻ്റെ ആത്മഹത്യ. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണോ അതോ ആ ഒരു നിമിഷം തോന്നുന്നതാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് നിതിൻ, സൈക്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. വെൽക്കം ടു ദ ഷോ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് കേട്ടു ഒരു ആത്മഹത്യ. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ കണ്ട ഒരു വാർത്തയായിരുന്നു അത്. കാരണം പുള്ളി അത്രയും ആക്റ്റീവായിരുന്നു, പല കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. ഈ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ ഒത്തിരി പേർക്ക് അദ്ദേഹത്തെ അത്രത്തോളം അറിയാവുന്ന ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം എങ്ങനെയാണ് ലൈഫ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ. പക്ഷെ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നമ്മൾ കണ്ട ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ പണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്കും എപ്പോഴും പറയും പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ളതാണ്. പക്ഷെ പണം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് പറയുന്നതും മറ്റൊരു സൈഡാണ്. എന്താണ് ആസ് എ സൈക്കോളജിസ്റ്റ്, എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഡമിക് പോലെ, അതായത് ഒരു പകർച്ചവ്യാധി പോലെ ദൈനംദിനം ധാരാളം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൂയിസൈഡ് പലരും പല സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന തകർച്ച തന്നെയാണ്. റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളും ഡിപ്രഷനും കമ്പൈൻഡായിട്ട് വരുമ്പോൾ കൂടുതൽ സൂയിസൈഡിൻ്റെ സാധ്യത വളരെ പല മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് പല പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശക്തമായി അതിനെ പ്രതിരോധിക്കേണ്ട, ഒരുപക്ഷെ ലഹരിയെപ്പോലെ അല്ലെങ്കിൽ ലഹരിയേക്കാൾ അധികമായിട്ട് പ്രിവെൻറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷം റോഡ് അപകടങ്ങളിൽ ഏകദേശം 4000-5000 പേരാണ് മരിക്കുന്നത്. അതേസമയം സൂയിസൈഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9000-10000 പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് നമ്പറായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ സൂയിസൈഡ് എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ സൂയിസൈഡും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, നമ്മൾ റിസർച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൂയിസൈഡും പ്രാക്ടിക്കലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്യും എന്ന് വളരെ ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ചിലപ്പോൾ മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടതുകൊണ്ടോ സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് എടുത്തതുകൊണ്ടോ ചിലപ്പം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം വളരെ സ്ട്രോങ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ഇൻറ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവർ ലീത്തലായിട്ടുള്ള മെത്തേഡാണ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കൂടുതലും ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, കൂടുതലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരു ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാരാണ്. അതായത് സൂയിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു ആംബിഗ്വിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുക. അവരെ നമുക്ക് കൗൺസിലിംഗ് വഴി അല്ലെങ്കിൽ അവരുടെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ സപ്പോർട്ടുകളൊക്കെ വഴി, സൈക്കാട്രിക് ഇൻ്റർവെൻഷൻസ് ഒക്കെ വഴി അവരതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടാണ് കൂടുതലും കാണുന്നത്. മെയിൻലി ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ പെട്ടെന്നുള്ള ഒരു വികാരം കൊണ്ട് ചെയ്തു പോകുന്നതാണ് സൂയിസൈഡ് എന്ന് പറയാറുണ്ട്. അതല്ല, പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അയ്യോ ആ നിമിഷം തോന്നി അവർ ചെയ്തതാണ്. ഇത് ശരിയാണോ സർ അങ്ങനെ പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിലും പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ളതല്ല കൂടുതലും കാണുന്നത്. കൂടുതലും പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരു സ്ട്രെസ് ഗോയിങ് ഓൺ ആയിരിക്കും. അപ്പോൾ അത് പല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും ഫേസ് ചെയ്യാനും സോൾവ് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് സാധിക്കാതെ വരുന്നൊരു ഘട്ടത്തിലായിരിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ അതിനെ കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ലൈഫിനെ മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ പ്രോബ്ലത്തിനോടുള്ള അവരുടെ അപ്രോച്ച് ഒരു നാരോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വളരെ ഇടുങ്ങിയ രീതിയിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവർ വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അങ്ങനെ വരുമ്പം ദേർ ഇസ് നോ എസ്കേപ്പ് എന്നുള്ള ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ വരികയും പിന്നെ അങ്ങനെ അവർ ആ രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ കേസിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടെ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളാണ് കൂടുതലും
മരണത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ഹെവി ആയിട്ടുള്ള സ്ട്രെസ് ഗോയിങ് ഓൺ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിന്, സ്പൗസ്, ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിനും ഇവർക്കൊക്കെയാണ് ആക്ച്വലി ഇങ്ങനെയുള്ള കേസുകളിൽ കൂടുതലും അവരെ ഹെൽപ്പ് ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനും കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണാം, സൈക്യാട്രിയിൽ പോയി കാണാം, എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് പറയാനുള്ള അവസരങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് ആൾക്കാർ എത്തുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്ക് ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല, സ്പോസിൻ്റെ അടുത്ത് പറയാൻ താല്പര്യമില്ല, ഫ്രണ്ട്സിനോട് ചിലപ്പോൾ ഇവരെല്ലാവരും വിലയിരുത്തും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു ഇത് വരുന്നത്. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ ആണ് ആസ് എ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിനും വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിൻ്റെ ഒരു അക്കാഡമിക്കലി ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തി ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. അവരെ ജീവിക്കാൻ മുന്നോട്ടേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ആ ഫ്രെയിം വർക്കും ആ മോട്ടിവേഷനൊക്കെ അപ്പാടെ തകർന്നു പോവുക എന്നുള്ളത് മുന്നോട്ടുള്ള അവരുടെ ജീവിതം അസാധ്യമാക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പം അവർക്ക് അവരുടെ ആ ഒരു ലൈഫിന്റെ ചട്ടക്കൂട് തന്നെ തകർന്നു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വരുമ്പോഴാണ് പലപ്പോഴും സൂയിസൈഡിലേക്ക് പോകുന്നത്. ആരോടും സംസാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് വേറൊരു അഡീഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി മെജോറിറ്റി ആൾക്കാരും അവരുടെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഒരു നല്ല റിപ്പോർട്ട് പറയണം. അപ്പം മെജോറിറ്റി ഇത്തരത്തിലുള്ള എക്സ്ട്രീം സ്റ്റെപ്സിലേക്കൊക്കെ പോകുന്നവർ ഇനി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിൽ പലപ്പോഴും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അവരുടെ വിലയിരുത്തലിൽ ഞാൻ ഒന്നുമല്ലാതായി മാറുമല്ലോ എന്നുള്ളൊരു ഹ്യൂമിലിയേഷൻ ഫീലിംഗ് ആൾക്കാരിൽ വരാറുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഒരു തെറ്റായ സ്ട്രാറ്റജിയാണ്. നമ്മുടെ ലൈഫ് ഓണസ്റ്റ് ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട്, സിൻസിയർ ആയിട്ട്, എയിമിങ് അപ്പായിട്ട്, സ്ട്രൈറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ മോശം പറയുന്നുണ്ടോ അതിനകത്താണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ മോട്ടിവേഷൻ എങ്കിൽ ഒരിക്കലും നമുക്ക് ഫുൾഫിൽഡ് ആയിട്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് ലൈഫ് ഈ ഭൂമിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ നമ്മുടെ ഇത് എത്തുമ്പോൾ അവർ പെട്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മാറാം എന്നൊരു അഡ്വൈസ്, അല്ലെങ്കിൽ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് നോട്ട് എ സെലിബ്രേഷൻ. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ലൈഫ് ഒരു സെലിബ്രേഷൻ ആണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ലൈഫ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ആഗ്രഹിക്കുന്ന പോലെ ഇവോൾവ് ചെയ്ത് വരില്ല. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ലൈഫിനൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു ത്രില്ലുണ്ട്, ഒരു മീനിങ് ഉണ്ട്, ലൈഫിനൊരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനുമാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എയിം ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ സ്റ്റാറ്റസോ പ്ലഷറോ എൻജോയ്മെൻറ്റോ അല്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു സിഗ്നിഫിക്കൻസും മീനിങ്ങും ഓണസ്റ്റായിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട്, സിൻസിയർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ആഗ്രഹിക്കുന്ന പോലെ ഇവോൾവ് ചെയ്ത് വരുന്നതല്ല യഥാർത്ഥത്തിൽ ലൈഫിൻ്റെ ഒരു ത്രില്ലും ബ്യൂട്ടിയും എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈഫിൽ നിങ്ങൾ എന്ത് വലിയ പ്രശ്നമാണ് നേരിടുന്നതെങ്കിലും അതിനെല്ലാത്തിനും തന്നെ എവിടെയെങ്കിലും ഒരു വേ ഔട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല. പക്ഷെ നമ്മുടെ ലൈഫിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ഒന്ന് റീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഇനിയും മുന്നോട്ട് മീനിങ് ഫുള്ളായിട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ള വസ്തുത
നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ലൈഫിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞത് ഏറ്റവും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തന്നെ ആയിരുന്നു. ആ ഒരു കാര്യം എനിക്കും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമുക്ക് എന്ത് വന്നാലും, തകർച്ച വന്നാലും ഉയർച്ച വന്നാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിനുമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക, എല്ലാവരുമായിട്ട് കോൺവെർസേഷൻസ് നടത്തുക. അപ്പോൾ സാർ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും എത്താം. ഇതൊരു നല്ലൊരു കണ്ടന്റായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതിന് ഞാൻ വളരെ ഗ്ലാഡ്ഫുൾ ആണ്. എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.